ഞാൻ വരെ നീ എങ്ങടി പോണത്? നീ എന്തൊന്നും മിണ്ടാത്തത്? നീ എവിടേക്കണീ പോണേ? നിങ്ങൾ ഈ ഭൂമിയിലെ സ്വർഗ്ഗം അനുഭവിച്ചിട്ടുണ്ടാ? കുറച്ച് നാളായി എന്ത് ചോദിച്ചാലും ഒടുക്കത്തൊരു ഫിലോസഫി. This is not a philosophy. It is direct entrance from earth to heaven. ഇവൻ ഇതെന്താ വട്ടായ? ഇവൻ ഇതേതാണ്. വാ നമുക്ക് പോവാ. ഇതാണ് ഞാൻ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള പാത. പാത്ത് ടു ഹെവൻ. ഡാൻ വേറെ ഇതൊന്നും ഉപയോഗിക്കലടാ. എന്തിനാടാ അൻവർ ഇങ്ങനെ നശിക്കണത്? ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി, പിന്നെ നിങ്ങൾ ഇത് പറയില്ല. സന, ഇതൊന്നും ഉപയോഗിച്ച് നോക്കി. സഗർ, എന്തിനാണ് ജീവിതം ഇങ്ങനെ തൊലച്ചളീനെ? ഇത് നല്ല ഭാവിക്ക് വേണ്ടിയുള്ള മരുന്നാണ്. ഞാനിത് എല്ലാവരോടും പറയും. നീ എല്ലാവരോടും പറയും. ഈ പറഞ്ഞ ഭാവി രക്ഷിതാക്കളും നിങ്ങൾക്കില്ലേ? സന പോടാ. പഠിക്കാൻ പോണ മക്കൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ രക്ഷിതാക്കളുടെ നെഞ്ചിൽ തീയാണ്. ഇതൊക്കെ ഈ മക്കൾ അറിയുന്നുണ്ടോ? ഈ ആഴ്ച നമ്മളൊരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും പങ്കെടുപ്പിച്ചുള്ള പരിപാടി ആയിരിക്കണത്. നമ്മുടെ അതുള്ളക്കല്ലേ വരുന്നത്? അതുള്ളൊക്കെ എന്തെത്തി? നല്ല വിശേഷം, സുഖം. ഞാൻ ഇന്നലെ എത്തി. വെൽക്കം ടു കേരള. നടക്കാനിറങ്ങുമ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. ഇത് പിടിച്ചോ. റിസ്ക് എടുക്കണ്ട, ഇവരെ കൂടെ തന്നെ പോവാ. ഞാനുണ്ടാ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു സമാധാനം. എന്നാലും നിങ്ങളെ സമ്മതിക്കണം. അതിനല്ലേ സുഭാഷ് കഷ്ടപ്പെടുന്നൊക്കെ. ആ അമീറെ പറയടാ. അതെ അതെ. ആ നോട്ടീസിൻ്റെ ഹെഡിങ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം. സുഭാഷ് KP. ഓക്കെ. പിന്നെ നാളെ തന്നെ എത്തിക്കണം കേട്ടോ നോട്ടീസ്, മറക്കരുത്. എത്ര കേസുകളാണ് ഓരോ ദിവസവും ഈ ലഹരിയായി ബന്ധപ്പെട്ട്? പത്രം എടുത്ത് നോക്കിയാൽ ഇത് തന്നെയാണ്. എന്നാൽ ഞാൻ പോട്ടെ, നാളെ കാണാം. പൈസ ഇത് കയ്യിൽ വെച്ചോ. ഇത് അത്യാവശ്യമാണത്. എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. സുഭാഷേ, നീ എന്താണ് പറയുന്നത്? എൻ്റെ പോലെ അങ്ങനൊന്നും ചെയ്യണം. അവൻ ലഹരിയൊന്നും ഉപയോഗിക്കില്ല. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റില്ല. അതുള്ളക്ക, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ അതിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ലഹരി. നിങ്ങളുടെ മകൻ അതുണ്ട്, അവൻ്റെ കൂട്ടുകെട്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്താണെന്ന് ചെയ്യാം? നമുക്ക് നല്ലവണ്ണം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, നിങ്ങളെക്കുറിച്ചും അവൻ്റെ ഭാവിയെക്കുറിച്ചും. പിന്നെ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊരു വല്ലാത്ത ലോകമാണ് അതുള്ളക്ക. ചരട് പൊട്ടിയ പട്ടം പോലെയാണ് ഈ കൗമാരം. അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ളിടത്തൊക്കെ അത് പാറി നടക്കും. എന്തെല്ലാം പ്രതീക്ഷയിലാണെന്നറിയും ഞാനവിടെ ജോലി ചെയ്തിരുന്നത്. മാഷേ പറയും. ഞാനെത്താം മാഷേ. ഇന്ന് തന്നെ എത്താം. മാഷേ. സുഭാഷ വാ ഇരിക്കും. മാഷ എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഒരു മിനിറ്റ് മാഷേ. ഷമീറ, ഞാൻ വിളിച്ചിരുന്നു. ഞായറാഴ്ചയാണ് നമ്മുടെ ലഹരി വിരുദ്ധ പ്രോഗ്രാം. നിങ്ങൾ ചാനൽ നന്നായിട്ട് കൊടുക്കണം കേട്ടോ.
ആ ആ ഓക്കെ ഓക്കേടാ ആ ശരി ശരി ആ പറയൂ പക്ഷേ വിഷയം നീ ഇപ്പോൾ പറഞ്ഞു തന്നെ, ലഹരി. ഇനി വളച്ചുകെട്ടിലുള്ള കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ലഹരി മാഫിയ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണി സുഭാഷിൻ്റെ മോനാണ്. മാഷ എന്തൊക്കെ നീ പറയണത്? സുഭാഷിൻ്റെ തിരക്കിനിടയിൽ മകൻ്റെ കൂട്ടുകെട്ടോ പോക്കുവരവോ പഠിപ്പോ ഒന്നും ശ്രദ്ധിക്കാൻ സുഭാഷിന് നേരം കിട്ടിയിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നീ വിചാരിച്ചു. നിന്റെ മകൻ ഒരു തെറ്റിൽ ചെന്ന് ചാടില്ലെന്ന് നീ വിശ്വസിച്ചു. നിനക്ക് പിടികിട്ടാത്ത വഴിയിലൂടെയാണ് അവൻ സഞ്ചരിച്ചത്. എനിക്കറിയാം പക്ഷേ ഇനി എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് നിന്നെ നേരിട്ട് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സുഭാഷിനെ അഭിനന്ദിക്കുകയാണ്. സ്വന്തം മകൻ്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പിതാവ് തന്നെയാണ് പരാതിപ്പെടേണ്ടത്. അത് തികച്ചും മാതൃകാപരാ. സർ, നമ്മുടെ നാട്ടിലെ നന്മയ്ക്കായി എന്ത് ത്യാഗം ചെയ്യാനും ഞാനും എൻ്റെ നാട്ടുകാരും ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവണം. കേരള പോലീസിൻ്റെ യോദ്ധാവ് പദ്ധതിയിലൂടെ ലഹരിക്കെതിരെ യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ഇനി ഇത്ര കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട യോദ്ധാവിൻ്റെ വാട്സപ്പ് നമ്പർ വഴി കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ അറിയാലോ, 9995966666. സുഭാഷേ, നമ്മളിത് അറിഞ്ഞിട്ടും മൗനം പാലിച്ചിരുന്നില്ല, അതൊരു വലിയ തെറ്റായിട്ട് പോയിരുന്നു. നീ ചെയ്തതാണ് ശരി. ഈ യുദ്ധത്തിൽ നമ്മൾ യോദ്ധാക്കളാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സ്വയം നശിക്കാൻ വേണ്ടി ചിലർ മാത്രം തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ലഹരി. സ്വന്തം കുടുംബത്തെയോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുന്ന ഒരാൾക്കും ഈ ലഹരിയുടെ വഴി തിരഞ്ഞെടുക്കാനാകില്ല. അച്ഛനമ്മമാരുടെ കണ്ണീര് വീഴ്ത്താനും സമൂഹത്തിന് നാശമുണ്ടാക്കാനും മാത്രമേ ഈ ലഹരി ഉപകരിക്കൂ. വഴിപിഴപ്പിക്കുന്ന കൂട്ടുകെട്ടുകൾ നാം തിരിച്ചറിയണം. വീടിനും നാടിനും ഉപകാരപ്പെടുന്ന പൗരന്മാരായി വളരാൻ നമുക്ക് കഴിയണം. വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന അറിവ് മാത്രമല്ല, അതിനപ്പുറമുള്ള ഒരു തിരിച്ചറിവ് കൂടി നൽകാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിയമപാലകരോടൊപ്പം ജനങ്ങളോടൊപ്പം നമ്മളും അണിചേരണം. കാരണം നമ്മളും യോദ്ധാക്കളാണ്. എനിക്കിനി പ്രാന്തായി പോവും വാപ്പ. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മ വാപ്പ, എൻ്റെ അധ്യാപകര്, എൻ്റെ കൂട്ടുകാര്, ഇവരൊന്നും പറഞ്ഞാൽ ഞാൻ അനുസരിച്ചില്ല. എൻ്റെ സുഖത്തിന് വേണ്ടി കഷ്ടപ്പെട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാനായില്ല വാപ്പ. എനിക്കിത് നന്മറായി ജീവിക്കണം വാപ്പ. എന്നോട് ക്ഷമിക്കണം വാപ്പ.
എൻ്റെ മോൻ ലഹരിയുടെ ചുഴി മോനത് മനസ്സിലാക്കിയല്ലോ, മോനത് തിരിച്ചറിഞ്ഞല്ലോ. അത് മതി പാപ്പാക്ക്.